ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി മാമ്പഴ പുളിശ്ശേരി. ഇപ്പോൾ മാങ്ങയുടെ എല്ലാം സീസണല്ലേ, അതുപോലെ ചെറിയ ചെറിയ പഴുത്ത മാങ്ങകൾ കിട്ടിയാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് മാമ്പഴ പുളിശ്ശേരി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. ഇനി നമുക്കൊരു മൺചട്ടി എടുക്കാം. ആ മൺചട്ടിയിലേക്ക് 4 ചെറിയ മാമ്പഴമാണ് മാമ്പഴപ്പുളിശ്ശേരിക്ക് ഏറ്റവും നല്ലത്. അതിൻ്റെ തൊലിയെല്ലാം ചീന്തിക്കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 പച്ചമുളക് നടു കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ആൾക്ക് സെർവ് ചെയ്യാനുള്ളത്ര മാമ്പഴപ്പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് 1/2 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 4 മാങ്ങയിലേക്ക് നമുക്ക് വേണ്ടത് 1/2 കപ്പ് വെള്ളമാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് തിളക്കാനായിട്ട് നമുക്ക് വെക്കാം. നന്നായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും ഒരു 4 ചുവന്നുള്ളിയും ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമുക്ക് ചേർക്കാം. ഒരു 1/4 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മാങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി അതിലേക്ക് നമുക്ക് ഈ അരച്ചത് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരക്കണ്ട, ഒന്ന് 2-3 സെക്കൻഡ് ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി. ഈ തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മാങ്ങ ഇവിടെ നന്നായി തിളച്ച് വരണം. അരപ്പിൻ്റെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അരപ്പിൻ്റെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷമാണ് തീ ഓഫാക്കി കൊടുക്കുന്നത്. തീ ഓഫാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പുളിയുള്ള തൈര് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പുളിയുള്ള തൈര് ഒഴിച്ച് അതൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. തീ ഓഫ് ചെയ്തതുകൊണ്ടാണ് തിളയൊന്നും കാണാത്തത്. തീ ഓഫാക്കിയിട്ട് വേണം തൈര് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്കൊന്ന് താളിക്കാം. അതിനായി ഒരു കടായി നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുകിടാം, കറിവേപ്പില, 2 വറ്റൽമുളക് എല്ലാം ചേർത്ത് നമുക്കൊന്ന് പൊട്ടിക്കാം. വീഡിയോ മിസ്സായതാണ്. ഇനി നമുക്ക് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഈ വറവൊന്ന് ഇട്ട് കൊടുക്കാം. വളരെ രുചികരമായ നമ്മുടെ ഈ മാമ്പഴ പുളിശ്ശേരി വറവിട്ട് കഴിഞ്ഞാൽ ഒന്ന് അടച്ച് വെക്കണം ഒരു 10 മിനിറ്റ്. അപ്പോഴേക്കും നന്നായി കുറുകി വന്നിട്ടുണ്ടാവും. ചൂടാറിയതിന് ശേഷം മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് സെർവ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ രുചികരമായ നമ്മുടെ ഈ മാമ്പഴ പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. നിങ്ങളുടെ വീട്ടിൽ മാങ്ങയുണ്ടെങ്കിൽ, പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കൂ. ഓക്കെ, ബൈ ബൈ.